ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ സ്നാക്സുകൾ കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ. കുറച്ച് വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 3 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല കഴുകിയിട്ട് കഷ്ണങ്ങളൊക്കെ ഇതുപോലെയാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അതായത് ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടതിന് ശേഷം ഒരു 3/4 ഭാഗമാവുന്ന രീതിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വേവായതിന് ശേഷം കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗമാവുന്ന രീതിക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നല്ല ഡ്രൈ ആവുന്ന രീതിക്ക് നമ്മൾ മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ വേറൊരു പാത്രത്തിൽ 1 കപ്പ് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ 1 കപ്പ് കടലമാവ്, 1/2 കപ്പ് അരിമാവ്, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഇതെല്ലാം കൂടി ചലിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മാവും ചലിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി കുറച്ച്, അതായത് ഒരു 4-5 വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യാനുസരണം പോലെ ഇതെല്ലാം നമുക്ക് ഇഷ്ടാനുസരണം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിലേക്കുള്ള ഉപ്പ്, നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ട് വേവിച്ചാലും ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം എല്ലാം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഏതൊരു തിക്നെസ്സിലാണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിനുശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂണോളാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നതിന് ആവശ്യാനുസരണം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒന്ന് ഇതുപോലെ എണ്ണയിലിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, നമ്മൾ ഇടയിൽ ആദ്യം എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ. വിട്ടുപോയെന്ന് പറഞ്ഞ സമയത്ത് ഡിലീറ്റായി പോയതാണ് കേട്ടോ. അത് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ആഡ് ആയിരിക്കുന്നത്. അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ എണ്ണയിലിട്ട് നല്ല ചൂടാക്കി എടുക്കുന്നത്. ഇടുന്ന സമയത്ത് തന്നെ നല്ല പൊങ്ങി 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 വരും കേട്ടോ. അങ്ങനെ വീഡിയോ എല്ലാം എടുത്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഒരു കുറച്ച് ആ ചെറിയൊരു ഭാഗം നമ്മൾ ഡിലീറ്റായി പോയെന്നുള്ളത്. അങ്ങനെ നമ്മുടെ എണ്ണയിൽ നിന്ന് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എണ്ണയും അധികവും കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/4 ഭാഗം അതിനും കുറവായിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങും ആ ഒരു പക്കോടയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ശരിക്കും വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.